അഭിജിത്ത് ഓഡിബിൾ ആണോ? കേൾക്കാം സാർ. ഓക്കെ. ഓക്കെ, അർച്ചിത. ഇന്നലത്തെ ക്ലാസ്സിൽ എന്തൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്? ഹലോ, ക്ലിയർ ഇല്ല. എന്തൊക്കെയായിരുന്നു? ഹലോ, അർച്ചിത ഒന്നുകൂടെ പറയാം. Regulated power supply, unregulated. Okay. And what is the difference between regulated power supply and unregulated power supply? Regulated power supply constant output ആയിരിക്കും. എത്ര ഇത് whatever the load current. Regulated power supply. Unregulated power supply ആണെങ്കിൽ അതൊക്കെ കറക്റ്റ് ആണ്, പറയാം. അൺറെഗുലേറ്റഡ് പവർ സപ്ലൈയിലാണെങ്കിൽ ലോഡ് കറന്റ് ഏതാണോ കോൺസ്റ്റന്റ് ആയിരിക്കില്ല ഔട്ട്പുട്ട്. ഓക്കെ, ലോഡ് കറണ്ട് അല്ലെങ്കിൽ ലോഡ് വോൾട്ടേജ് കോൺസ്റ്റന്റ് ആയിരിക്കില്ല അല്ലേ? ഡിപ്പെൻസ് ഓൺ ലോഡ് വോൾട്ടേജ് അല്ലെങ്കിൽ ലൈനിനോ ലോഡിനോ അനുസരിച്ച് ഔട്ട്പുട്ട് വേരി ചെയ്തിട്ടുണ്ടാവും അൺറെഗുലേറ്റഡ് സപ്ലൈയിൽ, അല്ലേ? ഓക്കെ. വേറെ നമ്മൾ പാർവതിക്ക് മൈക്കിന്റെ ഇഷ്യൂ ഉണ്ട് അല്ലേ? അരുൺ പി കെ, വേറെ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? വേറെ അതിന്റെ ഫിഗർ വെച്ചിട്ട് അത് പറഞ്ഞിരുന്നു. ഓക്കെ. നമ്മൾ പഠിച്ചത് എന്താണെന്ന് വെച്ചാൽ SMPS പറ്റിയായിരുന്നു, സ്വിച്ച്ഡ് മോഡ് പവർ സപ്ലൈ. ഓക്കെ. So what it will do actually, there is a DC to DC converter in that. So this DC to DC converter will convert unregulated DC to regulated DC. അല്ല, നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ ആലോചിക്കും DC to DC കൺവേർട്ടർ അത് എന്തിനാണെന്ന് ചോദിക്കും. കാരണം DCന്ന് DCയിലേക്ക് എന്തിനാണ് കൺവേർട്ട് ചെയ്യുന്നത് എന്നൊരു ക്വസ്റ്റ്യൻ വരും. പക്ഷെ അതിൽ നമുക്കിതാണ് അൺറെഗുലേറ്റഡ് DCനെ റെഗുലേറ്റഡ് DC ആക്കി കൺവേർട്ട് ചെയ്യുകയാണ് എന്ത് ചെയ്യുന്നത്, DC to DC കൺവേർട്ടർ ചെയ്യാം. അപ്പോൾ എല്ലാ സ്വിച്ച്ഡ് മോഡ് കൺവേർട്ടറിലും ഈ DC to DC കൺവേർട്ടർ ആണ് ഉണ്ടാകുക. Then we have discussed how to get this one, how to adjust or how to make this particular voltage, output voltage constant. എങ്ങനെയാണ് ഇതിന്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് കോൺസ്റ്റന്റ് ആക്കി വെക്കുക? കാരണം റെഗുലേറ്റഡ് പവർ സപ്ലൈയിൽ നമ്മൾ പറഞ്ഞു റെഗുലേറ്റഡ് പവർ സപ്ലൈയുടെ ഔട്ട്പുട്ട് എപ്പോഴും ഫിക്സഡ് ആയിരിക്കും. എങ്ങനെയാണ് ഇത് ഫിക്സഡ് ആക്കി വെക്കുക? സോ ആൻഡ് ഐ വാസ് ടെല്ലിംഗ് ലൈക്ക് വി ആർ ഡൂയിങ് ദിസ് ബൈ കീപ്പിംഗ് ദ ആവറേജ് ഔട്ട്പുട്ട് വോൾട്ടേജ് കോൺസ്റ്റന്റ്. നമ്മൾ ഇൻസ്റ്റന്റേനിയസ് വാല്യൂ കോൺസ്റ്റന്റ് ആയിട്ടല്ല നമ്മൾ ഇത് ചെയ്യുന്നത്, ആവറേജ് ഔട്ട്പുട്ട് വോൾട്ടേജ് കോൺസ്റ്റന്റ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. Then we have discussed this diagram. ഓക്കെ, ഒന്നും കൂടി ഈ ഡയഗ്രാം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം, കാരണം ഈ മോഡ്യൂളിൽ കംപ്ലീറ്റ് ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ പഠിക്കേണ്ടത്. So there is a supply, input supply is VD, and we have output voltage that is taken across this particular resistor R, that is denoted as V0. And then we have a switch S. Okay, initially and also we are going to operate this circuit for a particular time period TS. നമുക്ക് ഇങ്ങനെ ഒരു സർക്യൂട്ട് ഉണ്ട്, അതായത് ഒരു DC സപ്ലൈ ഇൻപുട്ട് ആയി കൊടുത്തു, അതിനുശേഷം ഒരു സ്വിച്ച് ഉണ്ട്, പിന്നെ നമുക്കൊരു റെസിസ്റ്റർ ഉണ്ട്. ഈ റെസിസ്റ്ററിന് അക്രോസ് ആണ് നമ്മൾ ഔട്ട്പുട്ട് എടുക്കുന്നത്. ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ പഠിക്കേണ്ടത്. അതിനുശേഷം നമ്മൾ ഇത് പർട്ടിക്കുലർ ടൈം പീരീഡിലാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പർട്ടിക്കുലർ ഫ്രീക്വൻസിയിലാണ് ഈ സർക്യൂട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും? അതായത് ഇനീഷ്യലി ഞാൻ ഈ സ്വിച്ച് ഓൺ ആക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഐ എം ഗോയിങ് ടു ടേൺ ഓൺ ദിസ് സ്വിച്ച്. ദാറ്റ് പീരീഡ് ഓഫ് ടൈം ഈസ് നോൺ ആസ് ടി ഓൺ. ഞാൻ ആ സ്വിച്ച് ഓൺ ആക്കാൻ ശ്രമിച്ചു. ഓൺ ആക്കുന്ന പീരീഡ് ഓഫ് ടൈം എന്ന് പറയുന്നത് ടി ഓൺ ആണ്. സോ ഇഫ് ഐ സ്വിച്ച് ഓൺ ദിസ് switch, what will come? This positive supply will
come here, that is direct connection. Nothing is there in between. No inductor, no capacitor, no component is between that. When switch is turned on, this is almost with this polarity and this polarity is almost same. So I can write positive here, and here it is negative. So whatever VD is available at the input, that will come across this resistor. That is V naught. So if I plot this one, I can draw a straight line VD for a time period of T on. Whenever the switch is on, till that switch remains in the on condition, the output across resistor will be VD. And then later I am planning to change this one. I am switching off this switch. That time is known as T off. That time this is not connected. The top end of resistor is not connected to positive supply. So there will not be any voltage across the resistor. So voltage is 0. Now we are going to analyze this one. So I was telling, like, according to voltage divider rule, if you apply voltage divider rule in this circuit, voltage divider rule നമുക്ക് apply ചെയ്യാൻ പറ്റില്ല. If you take the average value of this waveform, what I can write is V out is equal to voltage divider rule അല്ല, ഇതിന്റെ ആവറേജ് എടുക്കുമ്പോൾ V in into T on divided by T on plus T off. ആവറേജ് വാല്യൂ നമ്മൾ എങ്ങനെ എടുക്കുന്നതെന്ന് വെച്ചാൽ ആ പർട്ടിക്കുലർ ഓൺ ആയ ടൈമിലെ ഇൻ്റർവെൽ, ആ ടൈം ഇൻറ്റു വോൾട്ടേജ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം പീരീഡ്, അങ്ങനെയാണ് നമ്മൾ ആവറേജ് എടുക്കും. സപ്പോസ് ഇഫ് T on and T off are same, when both are same, T on plus T off is equal to 2 T on. So if I cancel this T on and T on, V by 2, output is V by 2, average output is V by 2. If I am turning this switch for complete full cycle, that is PS, I will get a pulse like this. For a full cycle, I will get this pulse like this. So V into T on divided by T on plus 0 it will come. So T on and T on cancel. So V out at that time is V. So that means I can vary this average value by changing the switch on time. So that is how we are maintaining the average voltage in a DC to DC converter. ഈ ആവറേജ് വോൾട്ടേജ് ചേഞ്ച് ചെയ്തിട്ടാണ് വരുന്നത്. അപ്പം നിങ്ങൾക്ക് ഒരു ചെറിയൊരു ഡൗട്ട് ഇപ്പം തോന്നാം, കൂടുതൽ ചിന്തിക്കുന്നവർക്ക് ഇത് കൂടുതൽ മനസ്സിലായവർക്ക് ഒരു ഡൗട്ട് ഇപ്പം തോന്നാം. കാരണം വെച്ചാൽ ഈ ഒരു ടൈമിൽ മാത്രമേ ഔട്ട്പുട്ട് വരുന്നുള്ളൂ, ഈ ഒരു ടൈമിൽ ഔട്ട്പുട്ട് ഇല്ല ആ സമയം. അഥവാ നമ്മളിപ്പോൾ ഒരു മൊബൈൽ ചാർജറോ അല്ലെങ്കിൽ ഒരു റേഡിയോ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ റേഡിയോ ഈ ഒരു ടൈമിൽ ഓൺ ആവും, ഈ ഒരു ടൈമിൽ ഓഫ് ആവും. അങ്ങനെ ഓണായി ഓഫായി അല്ലേ നമുക്ക് കിട്ടുമോ എന്നുള്ളൊരു ഡൗട്ട് വരും. ഇല്ല, അതിന് ബാലൻസ് ചെയ്യാൻ പറ്റിയ കോമ്പണന്റുകൾ നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്നുണ്ട്. കപ്പാസിറ്ററോ, കാരണം കപ്പാസിറ്ററിൽ കുറച്ച് നേരം ചാർജ് സ്റ്റോർ ചെയ്യാൻ പറ്റും നിങ്ങൾക്കറിയാം, ഇൻഡക്ടറിൽ കറണ്ട് സ്റ്റോർ ചെയ്യാൻ പറ്റുന്നറിയാം. അപ്പോൾ ഈ ഒരു ഇന്റർവെല്ലിനെ നെഗ്ലക്ട് ചെയ്ത് നമുക്ക് ആവറേജ് വാല്യൂ കിട്ടുന്നത് പോലെ ബാലൻസ് ചെയ്യാൻ പറ്റുന്ന കോമ്പണന്റ് നമ്മൾ ഈ DC to DC കൺവേർട്ടറിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അത്രയാണ് നമ്മൾ ഇന്നലെ പഠിച്ചത്. That is what we were discussing yesterday. So in this today's class, I am going to much deeper into that. The problem with this one is how to make such kind of signal, T on and T off, or how easily we can vary this T on and T off. That is our next topic. So that is what PWM switching means. I think many of you heard this one, PWM, pulse width modulation. സ്വിച്ചിങ്ങിനെ പറ്റി നിങ്ങൾ ഓൾറെഡി കേട്ടിട്ടുണ്ടാവും. സോ ഹൗ ദിസ് കൈൻഡ് ഓഫ് പൾസസ് ഓർ എന്താ പറയുക, നമുക്ക് ഈ ഔട്ട്പുട്ട് ഇതേപോലെ കിട്ടണമെങ്കിൽ ഈ സ്വിച്ച് അതേ പാറ്റേണിൽ ഓൺ ആവണം. അതേ പാറ്റേണിൽ ഓൺ ആവണമെങ്കിൽ ഈ സ്വിച്ചിന് നമ്മൾ പൾസ് ഇൻപുട്ട് കൊടുക്കണം, അല്ലേ? ഈ ഔട്ട്പുട്ട് എപ്പോഴൊക്കെയാണ് VD വരേണ്ടത് ആ സമയത്തൊക്കെ നമുക്ക് സ്വിച്ച് ഓൺ ആക്കണം. എപ്പോഴൊക്കെയാണ് VD വരാൻ പാടില്ലാത്തത് ഈ ഒരു ഇന്റർവെല്ലിൽ നമുക്ക് എന്ത് ചെയ്യണം, സ്വിച്ച് ഓഫ് ആക്കണം. ഇത് ഈസിയായി കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു മെക്കാനിസത്തിലേക്ക് പോകുന്നു. കാരണം ഓൺ ഓഫ് എന്ന് പറയുന്നത് നമുക്കൊരു മൈക്രോ കൺട്രോളറിന്റെ ഹെൽപ്പിലൂടെ ചെയ്യാൻ പറ്റും. പക്ഷെ ഇത്ര ടൈം വെച്ച് ഓൺ ആവുക, ഇത്ര ടൈം വെച്ച് ഓഫ് ആവുക എന്നൊക്കെ പറയുന്നത് കാൽക്കുലേഷനിൽ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അതിന് പകരം നമുക്കുള്ളൊരു മെത്തേഡാണ് PWM സ്വിച്ചിങ്, പൾസ് വിത്ത് മോഡുലേഷൻ സ്വിച്ചിങ്.
So how to make this one pulse width modulation? So it is like we have an amplifier. In that one, we will set what output we require, a reference value. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നമുക്കിപ്പോൾ 5 വോൾട്ട് വേണം. അപ്പോൾ 5 വോൾട്ട് നമ്മൾ ഇവിടെ കൊടുക്കും. ദാറ്റ് ഈസ് വാട്ട് ഡിസൈഡ് വാല്യൂ. V out actual means it is different. It may vary, like as I said in the previous class, in the case of unregulated supply, it will vary it will not be exactly 5, it will vary. Depends of that variation, we have to do some compensation to make this constant. നമ്മൾ ആക്ച്വൽ വാല്യൂ എന്ന് പറയുന്നത് വേരി ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഇങ്ങനെ കാരണം ലോഡ് വേരി ചെയ്യും, ലൈൻ വേരി ചെയ്യാം. ഇങ്ങനെ വേരി ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, ഔട്ട്പുട്ടിൽ കോമ്പൻസേഷൻ കൊടുത്തിട്ടാണ് നമ്മൾ എപ്പോഴും റെഗുലേറ്റഡ് സപ്ലൈയുടെ ഔട്ട്പുട്ട് കോൺസ്റ്റന്റ് ആക്കി വെക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും നമ്മൾ എന്ത് ചെയ്തു, ഒരു ആംപ്ലിഫയറിലേക്ക് കൊടുത്തു. ഒരു എറർ ആംപ്ലിഫയർ എന്ന് പറയാം. ഇതിന്റെ ഒരു ഡിഫറൻസ് എന്ത് ചെയ്യും, ഒരു കൺട്രോൾ വോൾട്ടേജ് ആയി പ്രൊഡ്യൂസ് ചെയ്യും. എറർ ആംപ്ലിഫയർ ആണ് ഇത്, കാരണം ഒന്ന് മൈനസ് പ്ലസ് ആണ്, ഒന്ന് മൈനസ് ആണ്. അപ്പം ഇത് തമ്മിലുള്ള ഡിഫറൻസ് ഇത് കാൽക്കുലേറ്റ് ചെയ്യും. 5 വോൾട്ട്, ഇപ്പോൾ സപ്പോസ് ദിസ് ആക്ച്വൽ വോൾട്ടേജ് പ്രസന്റ് നൗ ഈസ് 4 വോൾട്ടേജ്. വാട്ട് ഇറ്റ് വിൽ ഡു, ഇറ്റ് വിൽ സബ്സ്ട്രാക്ട് 5 minus 4. So 1 volt we control, we will get. So then what we are doing, this output of this amplifier and a repetitive waveform, I am telling again, a repetitive waveform, that is connected to a comparator. So what is this repetitive waveform? It is a sawtooth waveform. Here you can see a sawtooth waveform. So that sawtooth waveform and control voltage is connected to a comparator. This comparator, what it will do means, whenever the voltage, V control voltage is greater than repetitive voltage, it will produce a high signal. So at this instant, you can check that initially V control, this is what V control, okay? This is V control is greater than repetitive waveform. Repetitive waveform actually sawtooth waveform. So at that particular instant, repetitive waveform is less, value of repetitive waveform is less than V control waveform. At that time, what will happen? The switch, the output of this comparator will be high. ഓക്കെ, എന്താ ചെയ്യുന്നത്, നമ്മൾ ആദ്യം എത്ര വോൾട്ടേജ് ആണ് നമുക്ക് ഡിസൈഡ് ആയിട്ട് ഔട്ട്പുട്ട് വേണ്ടത്, അത് നമ്മൾ ഒരു എറർ ആംപ്ലിഫയറിലേക്ക് കൊടുത്തു. എത്രയാണ് നമുക്കിപ്പോൾ കിട്ടുന്നത്, അതും നമ്മൾ എറർ ആംപ്ലിഫയറിലേക്ക് കൊടുത്തു. ഇതിന്റെ രണ്ടിന്റെയും ഡിഫറൻസ് വി കൺട്രോൾ എന്ന് പറയുന്ന ഒരു സിഗ്നലായി പ്രൊഡ്യൂസ് ചെയ്തു. ഈ വി കൺട്രോളും ഒരു റിപ്പീറ്റേറ്റീവ് വേവ് ഫോം, അതായത് നമ്മൾ ഓൾറെഡി ടൈം പീരീഡ് ആവശ്യമനുസരിച്ച് സെറ്റ് ചെയ്ത് വെച്ച ഒരു സോട്ടൂത്ത് വോൾട്ടേജ് വേവ് ഫോം ഉണ്ട് ജനറേറ്റ് ചെയ്ത് വെച്ച്. ഈ വി കൺട്രോൾ വേവ് ഫോമും റിപ്പീറ്റേറ്റീവ് വേവ് ഫോമും എവിടെ കൊടുക്കും, കമ്പാരറ്ററിലേക്ക് കൊടുക്കും. ഈ കമ്പാരറ്റർ എന്ത് ചെയ്യും, കമ്പാരറ്റർ ഇതിന് രണ്ടിനും കമ്പയർ ചെയ്യും. എങ്ങനെ കമ്പയർ ചെയ്യുക, വെൻ ദ വാല്യൂ ഓഫ് വി കൺട്രോൾ ഈസ് ഗ്രേറ്റർ ദാൻ repetitive waveform, instantaneous value of repetitive waveform, it will produce a high output. When the value of V control is less than repetitive waveform, it will produce a low signal. നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഇവിടെ നിങ്ങളത് റിപ്പീറ്റേറ്റീവ് വേവ് ഫോമിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്ത് പോവുകയാണ്. ആ ഒരു ടൈം ഇന്റർവെല്ലിൽ വി കൺട്രോളിനേക്കാളും കുറവാണ് റിപ്പീറ്റേറ്റീവ് വേവ് ഫോമിന്റെ ഇൻസ്റ്റന്റേനിയസ് മാഗ്നിറ്റ്യൂഡ്. ആ സമയം ഔട്ട്പുട്ട് ഹൈ ആയിട്ടാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ലേറ്റർ അറ്റ് ദിസ് പർട്ടിക്കുലർ ഇന്റർവെൽ, ഡ്യൂറിംഗ് ദിസ് പർട്ടിക്കുലർ ഇന്റർവെൽ, value of ramp, our sawtooth voltage is increases to maximum and it is more than V control. V controlന്റെ മേലെയാണ് ഈ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ റിപ്പീറ്റേറ്റീവ് വേവ് ഫോം സോട്ടൂത്തിന്റെ വാല്യൂ ഉള്ളത്. ആ സമയത്ത് എന്തായി, നമ്മൾ ഔട്ട്പുട്ട് ലോ ആയി. അങ്ങനെ കമ്പയർ ചെയ്യും. എപ്പോഴൊക്കെയാണ് വി കൺട്രോൾ റിപ്പീറ്റേറ്റീവ് വേവ് ഫോമിനേക്കാളും കൂടുതലുള്ളത്, അപ്പോഴൊക്കെ ഒരു ഹൈ വോൾട്ടേജ് പ്രൊഡ്യൂസ് ചെയ്യും. എപ്പോഴൊക്കെയാണ് വി കൺട്രോള് ഇതിനേക്കാളും കുറവ് വരുന്നത്, റിപ്പീറ്റേറ്റീവ് വേവ്സിനേക്കാൾ കുറവ് വരുന്നത്, അപ്പോഴൊരു ലോ സിഗ്നൽ പ്രൊഡ്യൂസ് ചെയ്യും. ഇങ്ങനെ സ്വിച്ച് ഓൺ ആയിട്ടുള്ള ഒരു പാറ്റേൺ കിട്ടും. അപ്പോൾ ഞാൻ വെറുതെ ഒരു ഡെമോൺസ്ട്രേഷൻ ഞാൻ പറഞ്ഞുതരാം. സപ്പോസ് ഇഫ് ദിസ് ഡിഫറൻസ് ഈസ് വെരി ലെസ്, അറൌണ്ട് 1 വോൾട്ടേജ്, ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കഴിഞ്ഞാൽ വളരെ കുറവാണ്. ഇപ്പോൾ ഓക്കെ, അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 5 വോൾട്ടേജ് ഇവിടെ കൊടുത്തു, എനിക്കിപ്പം 4 വോൾട്ടേജ് കിട്ടുന്നുണ്ട്. അപ്പം
ഞാൻ എന്താ ചെയ്യേണ്ടത് ശരിക്കും? വോൾട്ടേജ് ഔട്ട്പുട്ടിൽ കൂട്ടണം. അതായത് ഇപ്പോൾ 4 വോൾട്ടേജേ വരുന്നുള്ളൂ, അതിനെ 5 ആക്കി മാറ്റണം. നമുക്കറിയാം എററിൽ ഡിഫറൻസ് എന്ന് പറയുന്നത് 1 വോൾട്ട് വരും. ഞാൻ ഈ 1 വോൾട്ട് ഞാൻ പ്ലോട്ട് ചെയ്യുകയാണ്. ഇവിടെ വരച്ചു കഴിഞ്ഞാൽ 1 വോൾട്ട് എന്ന് പറയുമ്പോൾ 0ൻ്റെ റെഫറൻസ് ആക്സിസ് വെച്ച് നോക്കുമ്പോൾ കുറച്ച് കൂടുതൽ. ഇപ്പം എന്താ സംഭവിക്കുന്നത്? ഇവിടെ ഓഫ് ടൈം ഈ ഒരു പർട്ടിക്കുലർ കണ്ടീഷനിൽ വെച്ച് നോക്കുമ്പോൾ ഓഫ് ടൈം എന്ത് ചെയ്യും? കൂടും അല്ലേ? ശരിക്കും ഇതിൻ്റെ ഈ ഒരു പർട്ടിക്കുലർ കണ്ടീഷനിൽ ആ ഒരു ഡെമോൺസ്ട്രേഷൻ ഇതിനെ വെച്ചിപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം വെച്ചാൽ ആ വേവ് ഫോം കറക്റ്റ് അല്ല ഇപ്പോൾ ഉള്ളത്. കറക്റ്റ് ആണെന്ന് വെച്ചാൽ ഇതിൻ്റെ നെഗറ്റീവ് എടുത്തിട്ടാണ് ഞാൻ സ്വിച്ചിലേക്ക് കൊടുക്കുക. അപ്പം നെഗറ്റീവ് എടുക്കുമ്പോൾ കറക്റ്റായി വരും. ഇൻവേർട്ടഡ് വേവ് ഫോമാണ് ഈ ഒരു പർട്ടിക്കുലർ സാധനത്തിൻ്റെ ഇൻവേർട്ടഡ് വേവ് ഫോമാണ് ഞാനിപ്പം ഈ ഒരു എക്സാമ്പിൾ വെച്ച് നോക്കുമ്പോൾ എടുക്കേണ്ടത്. അതുകൊണ്ടാണ് എനിക്കത് കറക്റ്റായി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. അപ്പം എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഇവിടെ ഡിഫറൻസ് വരുന്ന സമയത്ത് വി ഔട്ട് ആക്ച്വലിലും ഡിസൈഡിലും ഡിഫറൻസ് വരുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഇവിടെ ഉണ്ടാവുന്ന വി കൺട്രോളിൻ്റെ വാല്യൂ ചേഞ്ച് ആവും. ഒന്നെങ്കിൽ വി കൺട്രോളിൻ്റെ വാല്യൂ കൂടും അല്ലെങ്കിൽ കുറയും. ഓക്കെ, അപ്പം ഈ ഒരു ഡിഫറൻസ് ഉണ്ടാവുമ്പം ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും? ഇവിടെ ഉണ്ടാകുന്ന സ്വിച്ചിങ്ങിൻ്റെ വിഡ്ത്തും ചേഞ്ച് ആവും, ഓൺ ടൈമും ഓഫ് ടൈമും ചേഞ്ച് ആവും അല്ലേ? അപ്പം ഈ ഫസ്റ്റ് എക്സാമ്പിൾ നോക്കാം. ഓക്കെ, നമുക്ക് ഇതൊന്ന് വരച്ച് നോക്കാം. ഇപ്പം സപ്പോസ് വോൾട്ടേജിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. അതായത് ഇവിടെ 5 വോൾട്ടേജും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇവിടെ ഒരു 5 വോൾട്ടേജും ഇവിടെ ഒരു 1 വോൾട്ടേജും ആണെങ്കിൽ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് 4 വോൾട്ടേജ് വന്നു. അപ്പം ഇത് 0 എന്ന് നോക്കുന്ന സമയത്ത് ഇവിടെ 4 വോൾട്ടേജ് ഹൈ ആയി. ആ സമയത്ത് നമുക്ക് ഓഫ് ഡ്യൂറേഷൻ എന്ന് പറയുന്നത് എന്തായി? കുറഞ്ഞു. നിങ്ങളിവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഓഫ് ഡ്യൂറേഷൻ എന്ന് പറയുന്നത് വളരെ കുറഞ്ഞു. അപ്പോൾ ആ ഒരു കണ്ടീഷനിൽ ഈ ഒരു വേവ് ഫോം കറക്റ്റായി വർക്ക് ചെയ്യുന്നുണ്ട്. അതായത് ഓഫ് ഡ്യൂറേഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ ആവറേജ് വാല്യൂ, സ്വിച്ചിങ്ങിൻ്റെ ഓൺ ഡ്യൂറേഷൻ കൂടി, അപ്പോൾ ആവറേജ് വാല്യൂ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ആവറേജ് വാല്യൂ കൂടും. സപ്പോസ് ഇവിടെ 4 വോൾട്ടേജ് ആണെങ്കിൽ നമുക്ക് നോക്കാം. 4 വോൾട്ടേജ് ആണെങ്കിൽ ഡിഫറൻസ് എന്ന് പറയുന്നത് 1 വോൾട്ടേജ് ആണ്. ഓക്കെ, ആ ഒരു കേസിൽ കുറച്ച് പ്രശ്നമുണ്ട്. അത് ഞാൻ ഇപ്പം ഈ ഒരു എക്സാമ്പിൾ മാത്രം നോക്കുക. ഇപ്പോൾ സപ്പോസ് 5 വോൾട്ടേജും ഈ ഒരു എക്സാമ്പിൾ നിങ്ങൾ നോക്കിയാൽ മതി. എബവ് 0 മാത്രം, ബാക്കി ഞാൻ വേറൊരു ഇതിൽ കറക്റ്റ് പറഞ്ഞുതരാം. എബവ് 0 മാത്രം. ഇതൊരു സപ്പോസ് 3 വോൾട്ടേജ് ആണെങ്കിൽ ഇതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് 2 വോൾട്ടേജ് വരും. അപ്പം 2 വോൾട്ടേജ് വരുന്ന സമയത്ത് ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് നമുക്ക് പറയാം, നമുക്ക് 3 വോൾട്ടേജിനേക്കാളും കുറച്ചും കൂടെ ഇൻക്രീസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് 2 വോൾട്ടേജിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് കുറച്ച് താഴെയായിട്ട് വരും. അപ്പം ഈ ഒരു ഓഫ് ഡ്യൂറേഷൻ അല്ലെങ്കിൽ ഓൺ ഡ്യൂറേഷനിൽ എന്ത് ചെയ്യും? ഒരു ഡിഫറൻസ് വരും. അതിനനുസരിച്ച് ഓട്ടോമാറ്റിക്കായിട്ട് സ്വിച്ച് കൺട്രോളിങ് നടക്കും. ഓക്കെ, ഇത് എനിക്കിപ്പോൾ ഇത് വെച്ച് കംപ്ലീറ്റ്, കാരണം ഇത് ഏറ്റവും ബേസ് ആയിട്ടാണ്. ഇതിൻ്റെ ഫർദർ പ്രോസസ്സിങ് കുറച്ചും കൂടെ നടക്കുന്നുണ്ട്. അതായത് ഇൻവേർട്ട് ചെയ്തിട്ടൊക്കെയാണ് സ്വിച്ചിലേക്ക് കൊടുക്കുക. ഇപ്പം ഈ ഒരു ഗ്രാഫ് കൊണ്ട് ഞാൻ കംപ്ലീറ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അപ്പം ഇങ്ങനെയാണ് സംഭവിക്കുക. ഇതിൻ്റെ എറർ ആംപ്ലിഫൈ ചെയ്ത് ആ റെഫറൻസ് വാല്യൂ മാറും. അപ്പം വി റെഫറൻസിൻ്റെ വാല്യൂ മുകളിലോട്ടും താഴോട്ടും ചേഞ്ച് ചെയ്യും. അതിനനുസരിച്ച് സ്വിച്ചിൻ്റെ ഓൺ ടൈമും ഓഫ് ടൈമും മാറും. അങ്ങനെയാണ് ഇതിൽ സ്വിച്ച് വർക്ക് ചെയ്യുക. ഓക്കെ, അത്രയും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ജസ്റ്റ് ഇത്രയും മാത്രം ആലോചിക്കുക. ഒരു DC to DC കൺവേർട്ടറിലെ ആവറേജ് വാല്യൂ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഔട്ട്പുട്ട് വോൾട്ടേജ് കോൺസ്റ്റന്റ് ആക്കി വെക്കുന്നത്. എങ്ങനെയാണ് ഈ ആവറേജ് വാല്യൂ അഡ്ജസ്റ്റ് ചെയ്യുന്നത്? PWM പോലെയുള്ള മെത്തേഡുകൾ യൂസ് ചെയ്തിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നത്. അപ്പം ഇത്രയും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് പല ടൈപ്പ് DC to DC കൺവേർട്ടർ ഉണ്ട്. അപ്പോൾ ഒരു DC to DC കൺവേർട്ടർ നമുക്ക് ഇന്ന് കംപ്ലീറ്റ് ആക്കണം. അപ്പം പല ടൈപ്പ് DC to DC കൺവേർട്ടർ ഉണ്ട്. അപ്പം അതിൽ ഈ കംപ്ലീറ്റ് ഇന്ന് ഈ ഒരു മോഡ്യൂൾ ഫുള്ള് നമുക്ക് അതാണ് പഠിക്കാനുള്ളത്. ബാക്കി എല്ലാം, അപ്പോൾ 2 ക്ലാസ്സാണ് നമ്മൾ ഇന്ന് കഴിഞ്ഞത്. ഇനിയുള്ള കംപ്ലീറ്റ് ടോപ്പിക്കുകളിലും ഓരോ ദിവസവും ഓരോ സർക്യൂട്ടുകൾ വെച്ചിട്ട് നമുക്കൊരു 7 to 8 സർക്യൂട്ടുകൾ DC to DC കൺവേർട്ടറിന്റെ സർക്യൂട്ടുകൾ പഠിക്കാനുണ്ട്. ഈ മോഡ്യൂൾ കംപ്ലീറ്റ് അതായിരിക്കും. ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് DC to DC കൺവേർട്ടർ. ഞാൻ പറയാം. ബക്ക് കൺവേർട്ടർ, ബൂസ്റ്റ് കൺവേർട്ടർ, ബക്ക് ബൂസ്റ്റ് കൺവേർട്ടർ,
ഇതാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇതിന്റെ കൂടാതെ ശരിക്കും കക്ക് കൺവേർട്ടർ, സെപ്പിക് കൺവേർട്ടർ എന്ന് പറഞ്ഞ 2 കൺവേർട്ടർ കൂടെയുണ്ട്. നമുക്കത് പഠിക്കാനില്ല. പിന്നീട് നമുക്ക് പഠിക്കാനുള്ളത് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയ കൺവേർട്ടർ പഠിക്കാനുണ്ട്. അതായത് നമുക്ക് പുഷ് പുൾ കൺവേർട്ടർ ഉണ്ട്, പിന്നെ ഫ്ലൈ ബാക്ക് കൺവേർട്ടർ ഉണ്ട്, അതേപോലെ തന്നെ ഫോർവേഡ് കൺവേർട്ടർ ഉണ്ട്. ഇങ്ങനെ കുറേ ടൈപ്പ് കൺവേർട്ടേഴ്സും ഉണ്ട്. അപ്പോൾ നമ്മൾ ഇനിയുള്ള ടോപ്പിക്കുകളിൽ, ഇനിയുള്ള മോഡ്യൂളിൽ ഓരോ ദിവസവും ഓരോ സർക്യൂട്ട് വെച്ചായിരിക്കും പഠിക്കും. അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ബക്ക് കൺവേർട്ടർ ആണ്. സോ ദർ ആർ ഡിഫറെൻറ്റ്, നിങ്ങൾ 2 ക്ലാസിഫിക്കേഷൻ നടത്താം. ട്രാൻസ്ഫോമർ ഇല്ലാത്ത കൺവേർട്ടർ ആണ് ബക്ക് കൺവേർട്ടർ, ബക്ക് ബൂസ്റ്റ് കൺവേർട്ടർ, ബൂസ്റ്റ് കൺവേർട്ടർ. ട്രാൻസ്ഫോമർ യൂസ് ചെയ്തിട്ടുള്ള കൺവേർട്ടർ ആണ് ഫോർവേഡ് കൺവേർട്ടർ, ഫ്ലൈ ബാക്ക് കൺവേർട്ടർ, പുഷ് പുൾ കൺവേർട്ടർ. ഓക്കെ, ഇതൊക്കെയാണ് പഠിക്കേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ ട്രാൻസ്ഫോമർ ഇല്ലാത്ത കൺവേർട്ടറുകളെ പറ്റി പഠിക്കും. ബക്ക് കൺവേർട്ടർ, ബൂസ്റ്റ് കൺവേർട്ടർ, ബക്ക് ബൂസ്റ്റ് കൺവേർട്ടർ, ഇതൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടത് ആദ്യം. So first one is buck converter. Buck converter is also known as step down converter. ഓക്കെ, ഒന്നും കൂടെ പറയാം. നമ്മളിപ്പോൾ ഉള്ളത് സ്വിച്ച്ഡ് മോഡ് പവർ സപ്ലൈ എന്ന് പറയുന്ന ഒരു മോഡ്യൂളിലാണ്. ഇവിടെ നമ്മൾ പഠിക്കേണ്ടത് DC to DC കൺവേർട്ടറിനെ പറ്റിയിട്ടാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ DC to DC കൺവേർട്ടർ അൺറെഗുലേറ്റഡ് സപ്ലൈനെ റെഗുലേറ്റഡ് സപ്ലൈ ആക്കി മാറ്റും. SMBSൽ നമുക്ക് വേണ്ടത് റെഗുലേറ്റഡ് സപ്ലൈ ആണ്. അതുകൊണ്ടാണ് നമ്മൾ DC to DC കൺവേർട്ടറിൽ പഠിക്കുന്നത്. ഇനി DC to DC കൺവേർട്ടറിൽ നമ്മൾ എങ്ങനെയാണ് ഈ ഔട്ട്പുട്ട് വോൾട്ടേജ് റെഗുലേറ്റഡ് ആയി മാറ്റുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഔട്ട്പുട്ട് എപ്പോഴും കോൺസ്റ്റന്റ് ആയി വരുന്നതെന്ന് ചോദിച്ചാൽ ആവറേജ് വാല്യൂ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് കിട്ടുന്നത്. ഓൺ ടൈമും ഓഫ് ടൈമും അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് നമുക്ക് ഈ കോൺസ്റ്റന്റ് വോൾട്ടേജ് കിട്ടുന്നത്. അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ PWM യൂസ് ചെയ്തിട്ടാണ്, പൾസ് വിഡ്ത്ത് മോഡുലേഷൻ യൂസ് ചെയ്തിട്ടാണ് നമുക്കത് കിട്ടുന്നത്. പൾസ് വിഡ്ത്ത് മോഡുലേഷൻ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആവറേജ് വാല്യൂവിനും ആക്ച്വൽ വാല്യൂവിനും ഡിസൈഡ് വാല്യൂവിനും ആക്ച്വൽ വാല്യൂവിനും കമ്പയർ ചെയ്തിട്ട് എറർ സിഗ്നൽ ജനറേറ്റ് ചെയ്യും. ഈ എറർ സിഗ്നലും സോട്ടൂത്ത് റിപ്പീറ്റേറ്റീവ് വേവ് ഫോമും തമ്മിൽ കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ ഈ PWM ഉണ്ടാക്കുക എന്നുള്ളതും പഠിച്ചു. ഇനിയാണ് DC to DC കൺവേർട്ടറിൽ പഠിക്കുന്നത്. ബക്ക് കൺവേർട്ടർ ആണ് ആദ്യത്തെ കൺവേർട്ടർ. സോ ബക്ക് കൺവേർട്ടർ ഈസ് ഓൾസോ നോൺ ആസ് സ്റ്റെപ്പ് ഡൗൺ കൺവേർട്ടർ. സോ വൈ ഇറ്റ് ഈസ് നോൺ ആസ് സ്റ്റെപ്പ് ഡൗൺ കൺവേർട്ടർ? ഓക്കെ, അപ്പോൾ നമുക്കറിയാം, നമുക്കൊരു റെഗുലേറ്റഡ് സപ്ലൈ, അൺറെഗുലേറ്റഡ് സപ്ലൈയുടെ ഔട്ട്പുട്ടാണ് നമ്മൾ DC to DC കൺവേർട്ടറിലേക്ക് കൊടുക്കുന്നത്. അപ്പം അൺറെഗുലേറ്റഡ് സപ്ലൈനെയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, റെഗുലേറ്റഡ് ആയി കിട്ടുന്നത്. സോ ഇൻ എ സ്റ്റെപ്പ് ഡൗൺ കൺവേർട്ടർ the output of DC to DC converter will be always less than the input voltage. അതായത് നമ്മൾ അൺറെഗുലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇൻപുട്ട് വോൾട്ടേജ് കൊടുക്കുന്നുണ്ട് അല്ലെ, ഔട്ട്പുട്ട് റെഗുലേറ്റഡ് ആണ്. ഇങ്ങനെ കിട്ടുന്ന റെഗുലേറ്റഡ് സപ്ലൈ എന്ന് പറയുന്നത്, അതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് എപ്പോഴും ഈ ഇൻപുട്ടിനേക്കാളും കുറവായിരിക്കും. നമുക്കത് കുറച്ച് കൊണ്ടുവരാനേ പറ്റും, കൂട്ടിക്കൊണ്ടുവരാൻ പറ്റില്ല. ഇപ്പോൾ 5 വോൾട്ട് ആണ് നമ്മുടെ DC to DC കൺവേർട്ടറിലേക്ക് ഇൻപുട്ടായി കൊടുത്തതെങ്കിൽ നമുക്ക് ബക്ക് കൺവേർട്ടറിന്റെ ഔട്ട്പുട്ട് ആയിട്ട് 5ഓ അല്ലെങ്കിൽ അതിലധികം താഴെ ആയിട്ടുള്ള വാല്യൂ ആയി നമുക്ക് കിട്ടും. 1 2 3 4 5 ഈ വോൾട്ടേജ് മാത്രമേ നമുക്ക് കിട്ടൂ. അതുകൊണ്ടാണ് ഇതിനെ സ്റ്റെപ്പ് ഡൗൺ കൺവേർട്ടർ എന്ന് പറയുന്നത്. സോ ബക്ക് കൺവേർട്ടർ ഈസ് എ DC to DC കൺവേർട്ടർ which can step down the given input voltage, thus regulate it for the desired output voltage. അപ്പോൾ അത് സ്റ്റെപ്പ് ഡൗൺ ആണ് ചെയ്യുന്നത്. It consists of an inductor, capacitor, diode and a switch as main component. ആകെ ഇത്ര കോമ്പണന്റേ ഉള്ളൂ ആ സർക്യൂട്ടിൽ. ഏതൊക്കെയാ? ഒരു ഇൻഡക്ടർ ഉണ്ട്, ഒരു കപ്പാസിറ്റർ ഉണ്ട്, ഒരു ഡയോഡ് ഉണ്ട്, ഒരു സ്വിച്ച് ഉണ്ട്. The inductor and a capacitor act like filtering component which stores and supplies energy to load. ഈ ഇൻഡക്ടറും കപ്പാസിറ്ററിന്റെയും പരിപാടി എന്താ? ഒരു ഫിൽട്ടർ കോമ്പണന്റ് ആയിട്ട് ആക്ട് ചെയ്യുക, എനർജി സപ്ലൈ ചെയ്യുക. നമുക്ക് നോക്കാം സർക്യൂട്ട്. ഇതാണൊരു സർക്യൂട്ട് എന്ന് പറയുന്നത്. നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതാണ് അൺറെഗുലേറ്റഡ് സപ്ലൈ. അൺറെഗുലേറ്റഡ് സപ്ലൈ ഇവിടെയുണ്ട്. നമ്മൾ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് റെഗുലേറ്റഡ് ഔട്ട്പുട്ട് ആണ്. നമുക്കൊരു സ്വിച്ച് ഉണ്ട്. ഇവിടെ ഇപ്പം മോസ്ഫെറ്റ് ആണ് കാണിച്ചിരിക്കുന്നത് അല്ലേ. മോസ്ഫെറ്റിന്റെ ഗേറ്റിലേക്ക് നമ്മൾ PWM സിഗ്നൽ കൊടുത്തിട്ടുണ്ട്. അതിന് വേറെ സർക്യൂട്ട് ആവശ്യമുണ്ട്, പക്ഷെ നമ്മളവിടെ ജസ്റ്റ് PWM കൺട്രോളർ എന്ന് കാണിച്ചാൽ മതി. ഇവിടെ നമുക്കൊരു ഡയോഡ് ഉണ്ട്, ഇൻഡക്ടർ ഉണ്ട്, കപ്പാസിറ്റർ ഉണ്ട്. നമുക്ക് ആകെ എത്ര കോമ്പണന്റേ ഉള്ളൂ? ഒരു സ്വിച്ച്, ഒരു ഇൻഡക്ടർ, ഡയോഡ്, കപ്പാസിറ്റർ. ഈ കോമ്പണന്റ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ഫിൽട്ടറിങ് കപ്പാസിറ്റർ മാത്രമാണ്. ഇതിനെ വേണമെങ്കിൽ നമുക്ക് നെഗ്ലക്ട് ചെയ്യാം. കാരണം അൺറെഗുലേറ്റഡ് സപ്ലൈനെ കുറച്ചും കൂടെ ഫിൽട്ടർ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് അതിന്റെ പർപ്പസ്. അതിനെ നെഗ്ലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സർക്യൂട്ടിൽ ഒരു ബക്ക് കൺവേർട്ടർ അല്ലെങ്കിൽ സ്റ്റെപ്പ് ഡൗൺ കൺവേർട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും കോമ്പണന്റ് ആണുള്ളത്. ഒന്ന് ഒരു മോസ്ഫെറ്റ്, ഇൻഡക്ടർ, കപ്പാസിറ്റർ ആൻഡ് ഡയോഡ്.
സോ സെയിം സർക്യൂട്ട് ഞാൻ കുറച്ചും കൂടെ സിമ്പിളായിട്ട്, അതായത് സ്വിച്ച് ഒന്നും മെക്കാനിക്കൽ സ്വിച്ച് വെച്ചിട്ടാണ് ഞാനിവിടെ കാണിക്കുന്നത്. സെയിം DC സപ്ലൈ, അൺറെഗുലേറ്റഡ് സപ്ലൈ ആണിത്. ഈ സർക്യൂട്ട് വരച്ചാലും മതി, മറ്റേ സർക്യൂട്ട് വരക്കണം എന്നില്ല. അൺറെഗുലേറ്റഡ് സപ്ലൈ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആ സപ്ലൈ നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ ഒരു സിമ്പിൾ വോൾട്ടേജ് സോഴ്സ് ആയി കാണിച്ചു. ഇവിടെ ഒരു സ്വിച്ച് S1 ഉണ്ട്, ഇൻഡക്ടർ ഇവിടെ ഉണ്ട്. ഇൻഡക്ടറിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ആണ് VL, and we have a diode and a capacitor. The purpose of this inductor and capacitor is to filter the current and voltage. And we have another component, resistor, that is nothing but load resistor. ഇതാണ് ബക്ക് കൺവെർട്ടറിന്റെ സർക്യൂട്ട്. വളരെ സിമ്പിളായ സർക്യൂട്ടാണ്. 4 കോമ്പണന്റ് വരച്ചു കഴിഞ്ഞാൽ സർക്യൂട്ട് കഴിഞ്ഞു. ഈ സർക്യൂട്ട് എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യും? ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്വിച്ച്, ഈ ഒരു സ്വിച്ചിന് 2 സ്റ്റേറ്റേ പറ്റും. പവർ ഇലക്ട്രോണിക്സ് ക്ലാസ് തുടങ്ങിയ മുതൽ ഞാൻ പറയുന്നുണ്ട്, പവർ ഇലക്ട്രോണിക്സിൽ നമ്മൾ ഉപയോഗിക്കുന്ന സ്വിച്ചിന് ഒന്നെങ്കിൽ ഓൺ ആക്കാം അല്ലെങ്കിൽ ഓഫ് ആക്കാം, അല്ലേ? അതേപോലെ ആവറേജ് വാല്യൂ അഡ്ജസ്റ്റ് ചെയ്യുന്ന കോൺസെപ്റ്റ് പറയുമ്പോൾ ഞാൻ പറഞ്ഞു സ്വിച്ച് ഓൺ ആയിരിക്കും അല്ലെങ്കിൽ ഓഫ് ആയിരിക്കും. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, ഇനീഷ്യലി ഇത് സ്വിച്ച് വിൽ ബി ടേൺഡ് ഓൺ, ഈ സ്വിച്ച് ഓൺ ആയിരിക്കും. അപ്പോൾ എന്തൊക്കെ സംഭവിക്കും? അതേപോലെ കുറച്ച് ടൈം ഇൻ്റർവെലിന് ശേഷം ഈ സ്വിച്ച് ഓഫ് ആയിരിക്കും, അപ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? അതാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. When this switch is on, what will happen? When the switch is off, what will happen? That is what we are going to discuss. So first we will take when the switch is on. ഈ ഒരു ഡയഗ്രാം ഓൺ ആയ ഒരു കണ്ടീഷനുള്ള ഡയഗ്രാണ്. നമുക്ക് നോക്കാം. വെൻ ദ സ്വിച്ച് ഈസ് ഓൺ, വാട്ട് വിൽ ഹാപ്പൻ? ഇത് ഷോർട്ട് ആവും, അല്ലേ? ഇത് കറണ്ട് കണ്ടക്ട് ചെയ്യാൻ പറ്റും. ഈ സ്വിച്ച് ഞാൻ ഓൺ ആക്കി, ഇത് ഷോർട്ടാക്കി, ഓക്കെ, കറണ്ട് ഫ്ലോ ചെയ്യും. ഇൻപുട്ട് വോൾട്ടേജ് സോഴ്സിൽ നിന്ന് ഇൻഡക്ടറിലേക്ക് ഫ്ലോ ചെയ്യും, അവിടുന്ന് ലോഡിലേക്കും കപ്പാസിറ്ററിലേക്കും ഫ്ലോ ചെയ്യും. ഈ ഡയോഡിന്റെ സിറ്റുവേഷൻ എന്തായിരിക്കും? ആരാ പറഞ്ഞുതരും? ആരാ ഓൺലൈനിൽ? വൈഷ്ണവി, ഈ ഡയോഡിന്റെ അവസ്ഥ എന്തായിരിക്കും? ഡയോഡ് ഏത് ഓപ്പറേറ്റിംഗ് മോഡിലായിരിക്കും? വൈഷ്ണവി ഉണ്ടോ? ഡയോഡ് ഫോർവേഡ് ബയാസിലായിരിക്കും, റിവേഴ്സ് ബയാസിലായിരിക്കും? ഫോർവേഡ് ബയാസ്, അല്ലേ? അതെങ്ങനെയാ ഫോർവേഡ് ബയാസിലാവുക ഡയോഡ്? ഈ സ്വിച്ച് ഞാൻ ഓണാക്കി. വെൻ ഐ ടേൺഡ് ഓൺ ദിസ് സ്വിച്ച്, ദ പൊളാരിറ്റി അറ്റ് ദിസ് ടെർമിനൽ ഈസ് പോസിറ്റീവ് and the polarity whatever available here is negative. So what I am doing, this for this diode, this is N region and this is P region. നമ്മൾ സിമ്പിൾ പഠിച്ചിട്ടുണ്ടല്ലേ, N region ഏതാ P region ഏതാ അറിയാം. So now it is like N is connected to positive supply and P is connected to negative supply. So what happened? The diode is in reverse biased condition, അല്ലേ? അല്ലെ വൈഷ്ണവി, അങ്ങനെയല്ലേ? ഡയോഡ് റിവേഴ്സ് ബയാസ് കണ്ടീഷനിലല്ലേ? ഓക്കെ. അപ്പോൾ എന്തായി? ആ ഡയോഡിന്റെ ഒരു എഫക്റ്റും ഈ സർക്യൂട്ടിൽ വരില്ല. അപ്പം എന്താണ്? ബക്ക് കൺവേർട്ടർ നമ്മൾ ഷോർട്ട് ആക്കിയിട്ടുണ്ട്, ഈ സ്വിച്ച് ഓൺ ആണ്. അപ്പൊ ഇതിന്റെ ഇക്വലന്റ് ഡയഗ്രാം വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കിട്ടുന്ന പോലെ ആയിരിക്കും. ഇവിടെയായിരുന്നു നമ്മൾ സ്വിച്ച് ഉണ്ടായിരുന്നത്, അല്ലേ? സ്വിച്ച് നമ്മൾ ഓൺ ആക്കിയിട്ടുണ്ട്. ഈ ഡയോഡ് കണ്ടക്ട് ചെയ്യുന്നില്ല, അതുകൊണ്ട് ഞാൻ അവിടെ ഓപ്പൺ ആക്കി വെച്ചു. കാരണം കറണ്ട് ഒന്നും അവിടെ ഫ്ലോ ചെയ്യുന്നില്ല. വെറുതെ എന്തിനാ കോമ്പണന്റ് അവിടെ വെക്കുന്നത്? അത് ഓപ്പൺ ആക്കി വെച്ചു. ബാക്കിയൊക്കെ കോമ്പണന്റ് അവിടെ തന്നെയുണ്ട്. Now what will happen? Current will start to flow like this and it will charge both inductor and capacitor, and also some part of current will go to the load also. ഈ സോഴ്സിൽ നിന്ന് വരുന്ന കുറച്ച് കറണ്ട് ഇൻഡക്ടർ ചാർജ് ചെയ്ത് എവിടെ എത്തും? ഈ കപ്പാസിറ്ററിന്റെ അടുക്കി എത്തും. കപ്പാസിറ്ററിൽ നിന്ന് കുറച്ച് കറണ്ട് കപ്പാസിറ്റർ ചാർജ് ചെയ്യാൻ പോകും. ബാക്കിയുള്ള കറണ്ട് എന്ത് ചെയ്യും? ഈ റെസിസ്റ്ററിലേക്ക് പോകും. അപ്പം അതാണ് ഓൺ ആക്കിയ ടൈമിൽ സംഭവിക്കുന്നത്. ഓക്കെ, ഓൺ ആക്കിയ ടൈമിന് ഞാൻ DT എന്നാണ് ഇവിടെ പേര് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അത് എന്തുകൊണ്ടാണ് പറഞ്ഞത് എന്ന് വെച്ചാൽ, DT എന്ന് പറഞ്ഞാൽ എന്താ? D എന്ന് പറയുന്നത് ഡ്യൂട്ടി സൈക്കിൾ, T എന്ന് പറയുന്നത് ടൈം പീരീഡ്. ഓക്കെ, D എന്ന് പറയുന്നത് ശരിക്കും ഡ്യൂട്ടി സൈക്കിൾ എന്ന് പറയുന്നത് T ഓൺ ഡിവൈഡഡ് ബൈ T ഓഫ് ആണ്. സോറി, T ഓൺ ഡിവൈഡഡ് ബൈ T ആണ് ഡ്യൂട്ടി സൈക്കിൾ. T ഓൺ ഡിവൈഡഡ് ബൈ T ഓൺ പ്ലസ് T ഓഫ്, അല്ലെങ്കിൽ T ഓൺ ഡിവൈഡഡ് ബൈ T എന്ന് പറയുന്നതാണ് ഈ ഡ്യൂട്ടി സൈക്കിൾ എന്ന് പറയുന്ന D. സോ ഇൻറ്റു T ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ടിയും ടിയും ക്യാൻസൽ ആവും. T ഓൺ നമുക്ക് അവിടെ കിട്ടും.
ക്ലിയർ ആയില്ലേ? ഒന്നുകൂടെ പറയാം, ഞാൻ എന്തുകൊണ്ടാണ് അവിടെ ഡി ടി എഴുതിയതെന്ന് വെച്ചാൽ ഡി എന്ന് പറയുന്നത് ഡ്യൂട്ടി സൈക്കിളാണ്, അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഡി എന്ന് പറയുന്ന ലെറ്ററാണ്. ടി ഓൺ ഡിവൈഡഡ് ബൈ ടി എന്നതാണ് ഡ്യൂട്ടി സൈക്കിളിൻ്റെ ഫോർമുല. ഡി ടി എന്ന് എഴുതി കഴിഞ്ഞാൽ ടി ഓൺ ഡിവൈഡ് ബൈ ടി ഇൻറ്റു ടി എന്ന് നമുക്ക് കിട്ടും. രണ്ട് ക്യാൻസൽ ആയി കഴിഞ്ഞാൽ ടി ഓൺ തന്നെയാണ്. അപ്പം ഡി എന്ന് പറയുന്നതും ടി ഓൺ എന്ന് പറയുന്നതും ഒന്ന് തന്നെയാണ്. ഡ്യൂട്ടി സൈക്കിൾ എന്നുള്ളത് ഒരു റേഷ്യോ പോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തത്. അതെന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും, എത്രത്തോളം ടൈം ഇത് ഓണായി എന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്തത്. Now see this one, when the switch is on, the inductor and capacitor get charge from the supply. During this time the diode will be in reverse biased condition, does not conduct any current. Diode conduct ചെയ്യുന്നില്ല. അപ്പം ഔട്ട്പുട്ട് ഉണ്ടോ? യെസ്, ഔട്ട്പുട്ട് ഉണ്ട്. There is an output. How? ഈ സോഴ്സ് ഇൻഡക്ടർ ചാർജ് ചെയ്തു ഔട്ട്പുട്ടിലേക്ക് വന്നു അല്ലെ, ഇൻഡക്ടർ ചാർജ് ചെയ്യുന്നതുകൊണ്ട് ഔട്ട്പുട്ടിലേക്ക് വരുന്നതുകൊണ്ട് കപ്പാസിറ്ററും ചാർജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. നൗ വെൻ ദ സ്വിച്ച് ഈസ് ഓഫ്, എപ്പോഴാണ് സ്വിച്ച് ഓഫ് ആവുക? ടി ഓഫ് എന്ന് പറയുന്ന ടൈമിലാണ് സ്വിച്ച് ഓഫ് ആവുക. ടി ഓഫ് എന്ന് പറയുന്നത് ടി ഓൺ ഡി ടി ആണെങ്കിൽ നമ്മൾ കംപ്ലീറ്റ് ടൈം പീരീഡിനെ 1 എന്ന് ഡിനോട്ട് ചെയ്യാം. അപ്പം അല്ലെങ്കിൽ കംപ്ലീറ്റ് ടൈം പീരീഡിനെ ടി എന്ന് ഡിനോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡി ടി എന്ന് പറയുന്നത് ഓൺ ടൈം ആണ്. ടി എന്ന് പറയുന്നത് കംപ്ലീറ്റ് ടൈം പീരീഡ് ആണെങ്കിൽ ഓഫ് ടൈം എന്ന് പറയുന്നത് ടി മൈനസ് ഡി ടി ആണ് കിട്ടുക. ഒന്നുകൂടെ പറയാം, ടി എന്ന് പറയുന്നത് കംപ്ലീറ്റ് ഓൺ സൈക്കിൾ ആണ്, ടൈം പീരീഡ് ഓഫ് ദിസ് കംപ്ലീറ്റ് സ്വിച്ചിങ് സൈക്കിൾ, ആൻഡ് ഡി ടി ഈസ് ഓൺ ടൈം. സോ ഹൗ ടു ഗെറ്റ് ഓഫ് ടൈം? ടോട്ടൽ ടൈം പീരീഡ് മൈനസ് ഡി ടി. അതാണ് ടി മൈനസ് ഡി ടി ആണ് എന്ത്? ഓഫായ ടൈം. അപ്പൊ അതിന് നമുക്ക് എങ്ങനെ എഴുതാം? ഈ ടി രണ്ടിലും ഉണ്ട്, കോമൺ ആയിട്ട് വരുന്നതാണ്. ടീനെ ഔട്ട് സൈഡ് എടുത്തു കഴിഞ്ഞാൽ 1 മൈനസ് ഡി ഇൻറ്റു ടി. അതുകൊണ്ടാണ് ഓഫ് ടൈമിനെ ഞാൻ ഡ്യൂട്ടി സൈക്കിളിന്റെ എക്സ്പ്രഷനിൽ കാണിക്കുമ്പോൾ 1 മൈനസ് ഡി ഇൻറ്റു ടി. അപ്പോൾ ഓൺ ടൈമിന് ഡി ടി എന്നും ഓഫ് ടൈമിന് 1 മൈനസ് ഡി ഇൻറ്റു ടി എന്നും നമ്മൾ കാണിക്കും. ഓക്കെ, അപ്പം വെൻ ദ സ്വിച്ച് ഈസ് ഓഫ്, inductor reverses its polarity and starts discharging. Okay, when the switch is off, the inductor reverses its polarity and starts discharging through the load and diode. In the off state, the current and voltage required for the load will be supplied by both inductor and capacitor. ഇവിടെ ഒരു കപ്പാസിറ്ററിന് കൂടെ ഉണ്ട്, ഇൻഡക്ടർ ആൻഡ് കപ്പാസിറ്റർ. സോ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ, ഓക്കെ, ഈ ഒരു ഡയഗ്രാം നോക്കുക. ഇൻഡക്ടറിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാം നിങ്ങൾക്ക്? ഇൻഡക്ടർ ചാർജ് ചെയ്യുന്ന സമയത്ത് ഇൻഡക്ടർ ഇപ്പം ഇങ്ങനെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പ്ലസ് മൈനസ് ആയിട്ടാണ് ചാർജ് ചെയ്തത് ഇനീഷ്യലി. കാരണം പ്ലസ്സിലേക്കാണ് ഈ ഒരു ടെർമിനൽ കണക്ട് ചെയ്തത്, നെഗറ്റീവ് ലോഡ് വഴി സപ്ലൈയിലേക്ക് കണക്ട് ചെയ്തത്. അപ്പോൾ ഈ ഒരു എൻഡ് പോസിറ്റീവും ഈ ഒരു എൻഡ് നെഗറ്റീവാണ്. ഇൻഡക്ടർ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ പൊളാരിറ്റി റിവേഴ്സ് ചെയ്യും ഡിസ്ചാർജ് ചെയ്യുമ്പോൾ. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഡിസ്ചാർജ് ചെയ്യുമ്പോൾ ഇത് നെഗറ്റീവും മറ്റേ എൻഡ് പോസിറ്റീവ് ആവും. പൊളാരിറ്റി ചേഞ്ച് ചെയ്യും ഇൻഡക്ടർ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ. കപ്പാസിറ്ററിന്റെ കേസിൽ എങ്ങനെയാണ്? ഇത് ചാർജ് ചെയ്യുമ്പോൾ പോസിറ്റീവാണ്, ഇത് നെഗറ്റീവാണ്. പക്ഷെ കപ്പാസിറ്റർ ഡിസ്ചാർജ് ചെയ്യുമ്പോഴും അതേപോലെ തന്നെയാണ് ഡിസ്ചാർജ് ചെയ്യുക, പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ട് തന്നെയാണ് ഡിസ്ചാർജ് ചെയ്യുക. ചേഞ്ച് ചെയ്യില്ല കപ്പാസിറ്റർ. കാരണം എന്താ? മുകളിലത്തെ പ്ലേറ്റ് എപ്പോഴും പോസിറ്റീവ് ചാർജാണ്, താഴത്തെ പ്ലേറ്റ് നെഗറ്റീവ് ചാർജാണ്. അപ്പം എങ്ങനെ ചാർജ്, ആ പോസിറ്റീവ് ചാർജ് തന്നെയാണ് പുറത്തേക്ക് ഫ്ലോ ചെയ്യുക, നെഗറ്റീവ് ചാർജ് തന്നെയാണ് പുറത്തേക്ക് ഫ്ലോ ചെയ്യുക. അപ്പം ആ ഒരു കപ്പാസിറ്ററിന്റെ കേസിൽ പൊളാരിറ്റി ചേഞ്ച് ചെയ്യില്ല, പൊളാരിറ്റി അങ്ങനെ തന്നെ ഉണ്ടാവും. പക്ഷെ ഇൻഡക്ടറിന്റെ കേസ് അങ്ങനെയല്ല. ഇൻഡക്ടർ എങ്ങനെയാണോ ചാർജ് ചെയ്തത് അതിന്റെ ഓപ്പോസിറ്റ് ആണ് ഡിസ്ചാർജ് ചെയ്യുക. നമ്മൾ ആദ്യത്തെ ഡയഗ്രാം നോക്കുക. ഈ ഒരു ഡയഗ്രാം എടുത്തു കഴിഞ്ഞാൽ ഇൻഡക്ടർ ഇനീഷ്യലി പോസിറ്റീവായി നെഗറ്റീവായി, പിന്നെ ഞാൻ ഈ സ്വിച്ച് ഓഫാക്കി. സ്വിച്ച് ഓഫ് ആക്കുമ്പോൾ ഈ പവർ സപ്ലൈ ആയി ഇനി നമ്മുടെ സർക്യൂട്ടിന് ഒരു ബന്ധവും ഇല്ല. കാരണം സ്വിച്ച് ഓഫ് ആക്കി പോസിറ്റീവ് ടെർമിനൽ കട്ടായിട്ടുണ്ട്, പവർ സപ്ലൈ ആയിട്ട് നമ്മുടെ സർക്യൂട്ടിന് ഒരു റിലേഷനും ഇല്ല. എന്ത് ചെയ്യും? ഇൻഡക്ടർ ഡിസ്ചാർജ് ചെയ്യാൻ തുടങ്ങും. അപ്പം ഡിസ്ചാർജ് ചെയ്യുമ്പോൾ നെഗറ്റീവ് പോസിറ്റീവ് ആയിട്ടാണ് ഡിസ്ചാർജ് ചെയ്യുക. അപ്പം ആ സമയത്ത് ഈ ഡയോഡിന് എന്ത് സംഭവിക്കും? ഈ ഡയോഡിലേക്ക് ഇവിടെ നെഗറ്റീവും ഇവിടെ പോസിറ്റീവും ആണ് വരിക. അങ്ങനെയാണെങ്കിൽ ഈ ഡയോഡ് ഇപ്പോഴെന്താവും? ഫോർവേഡ് ബയാസിലാവും.
കറണ്ട് ഇങ്ങനെ ഫ്ലോ ചെയ്യും. ഈ ഇൻഡക്ടറിന്റെ പൊളാരിറ്റി നോക്കുമ്പോൾ ഇൻഡക്ടറാണ് നമ്മൾ ചാർജ് ചെയ്തത് ഇനീഷ്യലി അല്ലേ. കപ്പാസിറ്ററും ചാർജ് ചെയ്തിട്ടുണ്ട്, ഇൻഡക്ടറും ചാർജ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇൻഡക്ടർ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ ഈ എൻഡ് പോസിറ്റീവ്, ഓക്കെ, കപ്പാസിറ്ററിന്റെ ഈ എൻഡും പോസിറ്റീവ്. ഇൻഡക്ടർ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് ഇത് നെഗറ്റീവ്. അപ്പോൾ ഈ ഡയോഡ് എന്തായാലും ഫോർവേഡ് ബയാസിലാവും. അപ്പോൾ ഇത് ഷോർട്ട് സർക്യൂട്ടായി, ഇതിങ്ങനെ കണക്ട് ചെയ്തു. അപ്പോൾ ഈ ഇൻഡക്ടറും കപ്പാസിറ്ററും പാരലലിൽ വന്ന പോലെയായി. അപ്പൊ ആ ഒരു കോമ്പിനേഷനാണ് പിന്നീട് ഈ ലോഡ് റെസിസ്റ്ററിന് വേണ്ട പവർ സപ്ലൈ ചെയ്യുക. ഇവിടെ നോക്കുക, ഇൻഡക്ടർ അതായത് സ്വിച്ച് ഓഫ് ആയി കഴിയുമ്പോൾ ഇതുമായിട്ടൊരു റിലേഷനും ഇല്ല. ഇൻഡക്ടർ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ മൈനസ് പ്ലസ് ആയിട്ട് ഡിസ്ചാർജ് ചെയ്യുന്നതുകൊണ്ട് ഡയോഡ് എന്തായി, ഡയോഡ് ഫോർവേഡ് ബയാസിലായി. അതുകൊണ്ടാണ് ഇതിങ്ങനെ കണ്ടക്ട് ചെയ്തതുപോലെ കാണിക്കുന്നത്. ഇപ്പം ഇൻഡക്ടറും കപ്പാസിറ്ററും ഏതാണ്ട് പാരലൽ ആയിട്ടാണ് ഉള്ളത്. അപ്പൊ ഈ ഇൻഡക്ടറും കപ്പാസിറ്ററും എന്ത് ചെയ്യും, ഔട്ട്പുട്ടിലേക്ക് സപ്ലൈ ചെയ്യും. ഇപ്പം ഇങ്ങനെയാണ്. ഇപ്പം സ്വിച്ച് ഓൺ ആക്കുമ്പോഴും ലോഡിൽ പവർ വരുന്നുണ്ട്, സ്വിച്ച് ഓഫ് ആക്കുമ്പോഴും ലോഡിൽ പവർ വരുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ സ്വിച്ച് ഓൺ ആകുമ്പോൾ ഓഫ് ആകുമ്പോഴും പവർ വരുന്നുണ്ട്. ഈ സ്വിച്ച് ഓണിന്റെയും ഓഫിന്റെയും ടൈം കൺട്രോൾ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിന്റെ ആവറേജ് വോൾട്ടേജ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതായത് കൂടുതൽ സമയം ഓണാക്കി വെച്ച് കഴിഞ്ഞാൽ ഇൻഡക്ടർ കൂടുതൽ എമൗണ്ട് ചാർജ് ചെയ്യും. അപ്പോൾ വോൾട്ടേജ് ഹയർ വോൾട്ടേജ് കിട്ടും. കുറച്ച് സമയം ഡിസ്ചാർജ് ചെയ്യുമ്പോൾ എന്താ പറയുക, ഈ ഹയർ വോൾട്ടേജ് തന്നെ കിട്ടും. പക്ഷെ കുറച്ച് സമയമാണ് ചാർജ് ചെയ്യുന്നതെങ്കിൽ ഇൻഡക്ടർ കുറച്ച് നേരം ചാർജ് ചെയ്യും, അവിടെ എനർജി കുറച്ച് നേരം ചാർജ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അവിടെ കിട്ടുന്ന വോൾട്ടേജ് വളരെ കുറവായിരിക്കും. ഇങ്ങനെയാണ് DC to DC കൺവെർട്ടർ വർക്ക് ചെയ്യുന്നത്. Okay, the charging current and discharging current of the inductor is of same magnitude or same. So it prevents inductor from going to the saturation. Saturation എന്ന് പറയുന്നത് ചാർജ് ചെയ്ത് ഡിസ്ചാർജ് ആവാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ട്, അങ്ങോട്ടൊന്നും എത്തില്ല. The capacitor maintains a stable voltage across the load. കപ്പാസിറ്റർ ആണ് ഒരു വോൾട്ടേജ് സ്റ്റേബിൾ ആക്കി വെക്കുന്നത്. ഇൻഡക്ടറിന്റെ മെയിൻ പരിപാടി എന്ന് വെച്ചാൽ കറണ്ട് സ്റ്റേബിൾ ആയി പ്രൊവൈഡ് ചെയ്യാന്നുള്ളതാണ്. So what will happen? We will go for this waveform first. Waveform നോക്കാം. ഈ waveformൽ ഇനീഷ്യലി വോൾട്ടേജിന്റെ വേവ്ഫോം കാണിച്ചിട്ടുണ്ട്, പിന്നീട് ഇൻഡക്ടറിലൂടെയുള്ള കറണ്ട് കാണിച്ചിട്ടുണ്ട്, പിന്നീട് കപ്പാസിറ്ററിലൂടെയുള്ള കറണ്ട് കാണിച്ചിട്ടുണ്ട്. അങ്ങനെ 3 കാര്യങ്ങളാണ് വേവ്ഫോമിൽ, സർക്യൂട്ടിന്റെ വേവ്ഫോമാണ് കാണിച്ചിരിക്കുന്നത്. അപ്പം ഇനീഷ്യലി ഓക്കെ, ഒരു മിനിറ്റ്, പാർവതി മനസ്സിലാവുന്നുണ്ടോ? ഇതുവരെയുള്ളതെല്ലാം ക്ലിയർ ആണോ? 2 ഓപ്പറേറ്റിംഗ് മോഡുണ്ട്. അല്ലെ പാർവതി? ഓക്കെ. ഹർഷ്? ഹർഷ് ഹർഷ ആബ്സെന്റ്. ദീപ്തി? ഈ സ്വിച്ച് ഓൺ ആക്കുന്നതും ഓഫ് ആകുമ്പോൾ ഉള്ള ഇക്വലന്റ് സർക്യൂട്ട് മനസ്സിലായോ? മനസ്സിലായി. സ്വിച്ച് ഓൺ ആക്കുമ്പോൾ എന്തൊക്കെയാ സംഭവിക്കുന്നത്? സ്വിച്ച് ഓൺ ആക്കുമ്പോൾ എന്തൊക്കെയാ സംഭവിക്കുന്നത്? ഇൻഡക്ടറും കപ്പാസിറ്ററും ചാർജ് ചെയ്യുന്നുണ്ട്. ഡയോഡിന് എന്ത് സംഭവിക്കും? റിവേഴ്സ് ബയാസ് ആവും. ഓക്കെ. സ്വിച്ച് ഓഫ് ആവുമ്പോൾ എന്ത് സംഭവിക്കും? സ്വിച്ച് ഓഫ് ചെയ്യുമ്പോൾ ഇൻഡക്ടർ റിവേഴ്സ് പൊളാരിറ്റിയിലാവും. ഓക്കെ, പൊളാരിറ്റി ഇൻഡക്ടർ ചേഞ്ച് ആവും. അപ്പം ഡയോഡിന് എന്ത് സംഭവിക്കും? ഇൻഡക്ടർ ഡിസ്ചാർജ് ചെയ്യാൻ തുടങ്ങും അല്ലെ, അങ്ങനെ പറയണ്ടത്. ഇൻഡക്ടർ ഡിസ്ചാർജ് ചെയ്യാൻ തുടങ്ങും. ഡിസ്ചാർജ് ചെയ്യുന്നത് റിവേഴ്സ് പൊളാരിറ്റിയിലാണ് അല്ലെ. അപ്പോ ഡയോഡ് ഫോർവേഡ് ബയസിലാവും. അത് ഷോർട്ട് ആവും. ഓക്കെ ഓക്കെ, താങ്ക് യു. അപ്പോൾ നമുക്ക് നോക്കാം. ഈ ഡയഗ്രം എടുക്കാം. സ്വിച്ച് ഓൺ ആവുന്ന സമയത്ത് ഇൻഡക്ടറിന് അക്രോസ് എത്രത്തോളം വോൾട്ടേജ് ഉണ്ടെന്ന് നമ്മൾ എങ്ങനെയാ പറയാം? പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻഡക്ടർ. ഇതാണ് സ്വിച്ച് ഓൺ ആയ സമയം. അപ്പം ഈ ഒരു എൻഡിലുള്ള വോൾട്ടേജ് എന്ന് പറയുന്നത് VS ആണ്, ഈ ഒരു എൻഡിലുള്ള വോൾട്ടേജ് എന്ന് പറയുന്നത് V ഔട്ട് ആണ്. അപ്പം വാട്ട് വിൽ ബി ദ വോൾട്ടേജ് അക്രോസ് ഇൻഡക്ടർ എന്ന് പറയുമ്പോൾ VS മൈനസ് V0 ആണ്. അപ്പോൾ അതാണ് ഞാൻ ആദ്യം ഈ വേവ് ഫോമിൽ സ്വിച്ച് ഓൺ ആവുന്ന സമയത്ത് വോൾട്ടേജ് അക്രോസ് ഇൻഡക്ടർ ഈസ് VS മൈനസ് V0.
അങ്ങനെ കാണിച്ചത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ടൈം ഇൻ്റർവെല്ലിലേക്ക് അത് VS മൈനസ് V0 ആവുന്നത്. ഇനി സ്വിച്ച് ഓഫ് ആവുന്ന സമയത്ത് ഈ ഒരു സർക്യൂട്ടിൽ വാട്ട് വിൽ ബി ദ വോൾട്ടേജ് അക്രോസ് ഇൻഡക്ടർ? അപ്പം ഇൻപുട്ട് കൊടുക്കുന്നില്ല, ഇൻപുട്ട് 0 ആണ്. വോൾട്ടേജ് അക്രോസ് ഇൻഡക്ടർ എന്ന് പറയുന്നത് V0 ആണ് അല്ലേ? ഇതിന് അക്രോസ് ഉള്ള വോൾട്ടേജ് എന്ന് പറയുന്നത് ഔട്ട്പുട്ട് വോൾട്ടേജ് തന്നെയാണ് ഇപ്പം എന്തിന് അക്രോസ് ഉള്ളത്? കപ്പാസിറ്ററിന് അക്രോസും ഇൻഡക്ടറിന് അക്രോസും ഉള്ളത്. അങ്ങനെയാണെങ്കിൽ ആ സമയം അത് -V0. എന്തുകൊണ്ടാണ്? VS മൈനസ് V0 ആണ് നമ്മുടെ വോൾട്ടേജ് അക്രോസ് ഇൻഡക്ടർ വരിക. VS ഇപ്പോൾ 0 ആണ്. 0 മൈനസ് V0 എന്ന് പറയുന്നത് -V0 ആണ്. അപ്പൊ അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഓഫ് സൈക്കിളിൽ ഇൻഡക്ടറിന് അക്രോസ് ഉള്ള വോൾട്ടേജ് -V0 ഇവിടെ കാണിച്ചത്. വീണ്ടും ഓൺ ആവും, വീണ്ടും ഓഫ് ആവും, ആ സ്റ്റേറ്റ് അങ്ങനെ പോകും. ഇനി നമുക്കറിയാം ഇൻഡക്ടർ സ്വിച്ച് ഓൺ ആവുന്ന സമയത്ത് ഇൻഡക്ടറിലൂടെയുള്ള കറണ്ട് ഇൻഡക്ടർ ചാർജ് ചെയ്യുക, കറണ്ട് കൂടി വരും. സ്വിച്ച് ഓഫ് ആകുമ്പോൾ ഇൻഡക്ടർ ഡിസ്ചാർജ് ചെയ്യും, ഇൻഡക്ടർ പിന്നീട് ചാർജ് ചെയ്യും, ഡിസ്ചാർജ് ചെയ്യും. കപ്പാസിറ്ററിലെയും കേസ് അതുപോലെ തന്നെ. പക്ഷെ എന്താണെന്ന് വെച്ചാൽ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. കാരണം കപ്പാസിറ്ററിന്റെ എടുക്കുന്നത് നമ്മൾ തൊട്ട് മുമ്പിലത്തെ സൈക്കിളിലാണ്. കപ്പാസിറ്ററിന്റെ തൊട്ട് മുമ്പിലത്തെ സൈക്കിൾ ഓൺ ആക്കുമ്പോൾ കപ്പാസിറ്ററിന്റെ വോൾട്ടേജ് ഡിസ്ചാർജ് ചെയ്തുകൊണ്ടാണ് ഉണ്ടാവുക. ഇനീഷ്യലി കപ്പാസിറ്റർ ഡിസ്ചാർജ് ചെയ്തുകൊണ്ടാണ് ഉണ്ടാവുക, പിന്നീട് ചാർജ് ചെയ്യുകയാണ് ചെയ്യുക. അപ്പൊ അതുകൊണ്ടാണ് ഈ ഇനീഷ്യലി ഒരു നെഗറ്റീവ് പോർഷൻ ഇവിടെ വന്നത്. വീണ്ടും ചാർജ് ചെയ്യും, വീണ്ടും നെഗറ്റീവിലേക്ക് പോകും, മാക്സിമം ചാർജ് ചെയ്യും, നെഗറ്റീവിലേക്ക് പോകും. അപ്പം കപ്പാസിറ്ററിലേക്ക് എപ്പോഴാണോ കപ്പാസിറ്റർ ചാർജ് ചെയ്യുന്നത്, അപ്പം ഓൺ ടൈം ആകുമ്പോൾ ചാർജ് ചെയ്യും, ഓഫ് ടൈം ആകുമ്പോൾ ഡിസ്ചാർജ് ചെയ്യും. പക്ഷെ ആ ടൈമിൽ ഉണ്ടാകുന്ന ഡിഫറൻസ് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? കപ്പാസിറ്റർ വോൾട്ടേജ് ഇനീഷ്യലി നെഗറ്റീവ് എന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, നെഗറ്റീവ് എന്ന് സ്റ്റാർട്ട് ചെയ്ത് ചാർജ് ചെയ്ത് മാക്സിമത്തിലേക്ക് എത്തി. കാരണം പണ്ട് നേരത്തെ ഡിസ്ചാർജ് ചെയ്തുകൊണ്ടാണ് കപ്പാസിറ്റർ ഇരുന്നത്. അപ്പം ചാർജ് ചെയ്യുമ്പോൾ അത് മെല്ലെ കുറഞ്ഞ് എന്താ പറയുക, വീണ്ടും ചാർജിങ്ങിലേക്ക് പോകും, വീണ്ടും ഡിസ്ചാർജ് ചെയ്യും, ചാർജ് ചെയ്യും. അതുകൊണ്ടാണ് ഈ ഡിഫറൻസ് വരുന്നത്. ഇങ്ങനെയാണ് വേവ് ഫോം വരിക. ഒരു ബക്ക് കൺവേർട്ടറിന്റെ എക്സ്പ്രഷൻ നമുക്ക് ഒരു ഡെറിവേഷൻ ഒക്കെ ഉണ്ട്, പക്ഷെ നമുക്ക് പഠിക്കാനില്ല. നമുക്ക് സർക്യൂട്ടും വേവ് ഫോമും എക്സ്പ്രഷനും മാത്രമേ പഠിക്കാനുള്ളൂ. ആ ഡെറിവേഷൻ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും ഔട്ട്പുട്ട് ഓഫ് എ ബക്ക് കൺവേർട്ടർ ഈസ് ഈക്വൽ ടു V in into D, where D is nothing but duty cycle T on by T. അപ്പം എന്തായി? T on കൂടിക്കഴിഞ്ഞാൽ നമുക്കറിയാം T on by T ആണ്. T on കൂടിക്കഴിഞ്ഞാൽ ഡിയും കൂടും, ഓട്ടോമാറ്റിക്കായി ഔട്ട്പുട്ട് വോൾട്ടേജും കൂടും. T on കുറഞ്ഞു വന്നു കഴിഞ്ഞാൽ ഡി കുറയും, ഔട്ട്പുട്ടും ഓട്ടോമാറ്റിക്കലായിട്ട് കുറയും. ഓക്കെ, അപ്പം ഞാൻ ഇത് നാളെ ഒന്നും കൂടെ റിവൈസ് ചെയ്യാം. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ജസ്റ്റ് ഈ സർക്യൂട്ട് എന്ത് ചെയ്യാം, ഒന്നും കൂടെ